ഹായ് മച്ചാമാരെ, സ്മാർട്ട് ഹാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കെമിക്കൽസ് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, അതേപോലെ തന്നെ ഗ്ലിസറിൻ ആണ്. ഈ രണ്ട് കെമിക്കൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇതൊരു സിഗരറ്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിഗരറ്റിൻ്റെ ഉള്ളിലത്തെ കുറച്ച് പുകയില നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മുടെ സിഗരറ്റിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം പുകയില വെച്ചിട്ട് ഇതൊന്ന് സീൽ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുക്കാം. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം, ഉള്ളിലേക്ക് നല്ല ഇറങ്ങിയിരിക്കണം. ഇനി കുറച്ച് പുകയില എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. സിഗരറ്റിലേക്ക് നമ്മുടെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സിഗരറ്റ് നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലത്ത് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂടി ചേർന്ന് എന്ത് സംഭവിക്കാൻ നമ്മൾ കണ്ടിരുന്നു. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂടി ഏകദേശം 10 സെക്കൻഡിനുള്ളിൽ കത്തിപ്പിടിക്കും. അതിപ്പോൾ വെള്ളത്തിലൊഴുകി ഏത് പ്രതലത്തിലിട്ട് കഴിഞ്ഞാലും ഇത് കത്തിപ്പിടിക്കും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മീൻ വളർത്തുന്ന ആളുകളാണ്. മീനുകൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.